വളരെ ആഘോഷത്തോടു കൂടെ അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് മധുവിധു എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള ഒരു കച്ചവട യാത്രയ്ക്ക് വേണ്ടി സിറിയയിലേക്ക് പോവുകയാണ്. മനസ്സില്ലാ മനസ്സോട് പ്രിയതമയോട് യാത്ര പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കച്ചവടത്തിന് വേണ്ടി യാത്രയായി. കച്ചവടമെല്ലാം കഴിഞ്ഞ് സിറിയയിൽ നിന്നും തിരിച്ചു വന്ന വഴിയിൽ അബ്ദുള്ള രോഗബാധിതനാവുകയാണ്. ചെറിയ രോഗമായിരുന്നു, പിന്നീട് അത് മൂർച്ഛിച്ചു വലിയ രോഗമായി. അവർ ചികിത്സിച്ചെങ്കിലും രോഗം കൂടുകയായിരുന്നു. അവസാനം ആ യാത്രാ സംഘം യസ്രിബിലെത്തിയപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇനി എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിക്കോളൂ, ഞാൻ ഇവിടെ തങ്ങിക്കോളാം. അങ്ങനെ അദ്ദേഹം തൻ്റെ യസ്രിബിലെ ബന്ധുക്കളോടൊപ്പം അവിടെ കഴിയുകയാണ്. അങ്ങനെ യാത്രാ സംഘം തിരിച്ചു മക്കയിലെത്തിയ സമയം ആമിന പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. യാത്രാ സംഘത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ സമയത്ത് അവർ തൻ്റെ ഭർത്താവിനെ അവർക്കൊപ്പം കണ്ടില്ല. അവർ യാത്രാ സംഘത്തോട് കാര്യം അന്വേഷിച്ചു. അവർ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ തൻ്റെ മൂത്ത മകനായിരുന്ന ഹാരിസയെ യസ്രിബിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് അബ്ദുള്ളയുടെ മരണ വാർത്തയാണ്. നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരിക്കുന്നു. അത്യധികം ദുഃഖത്തോടെ ഹാരിസ് മദീനയിൽ നിന്നും മക്കയിലേക്ക് മടങ്ങി. എങ്ങനെ അബ്ദുള്ളയുടെ മരണ വാർത്ത ആമിനയോട് പറയും എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മരണവാർത്ത അറിഞ്ഞ് നാട് മുഴുവൻ തേങ്ങി. സുന്ദരി സുന്ദരന്മാരായ ആ യുവതി യുവാക്കൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടേയുള്ളൂ. കേവലം ഒരാഴ്ച മാത്രമാണ് അവർ ഒരുമിച്ച് ജീവിച്ചത്. അബ്ദുള്ള മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിന് വെറും 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ദുഃഖം താങ്ങാൻ കഴിയാത്ത ആമിനയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അബ്ദുൽ മുത്തലിബ് ഏറെ പ്രയാസപ്പെട്ടു. പിന്നീട് തൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ആമിന രചിക്കുന്ന അനുശോചന കാവ്യങ്ങളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് അവർക്കൊരിക്കലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഏക സമാധാനം അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞായിരുന്നു. ആ സമയം അവരുടെ വയറ്റിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു